പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ ദിവസം നൽകിയ എല്ലാ സാഹചര്യങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയാം. നിൻ്റെ സ്നേഹവും കരുതലും ചൈതന്യവും ഓരോ നിമിഷവും വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ അനുഭവിച്ച ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവെ, നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. നിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൽ ഞങ്ങളെപ്പോഴും നിലനിൽക്കണം. നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരണം. പ്രതിസന്ധികളുണ്ടാകുമ്പോഴും നീയാണ് സർവ്വതും പരിഹരിക്കുന്നതെന്ന ബോധ്യമുണ്ടാകണം. ശതാധിപൻ തൻ്റെ ഭൃത്യനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രയേൽ ഒരിക്കലും കാണാത്ത വിശ്വാസത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളും ആ വിശ്വാസം ജീവിച്ചുകൊണ്ട് വിശ്വാസത്തിന് സാക്ഷികളായി മാറണമെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ചു. ഇതുപോലൊരു വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല എന്ന സാധാരണക്കാരനായ ഒരു വിജാതിയൻ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അങ്ങ് അരുൾ ചെയ്തു. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ വരുന്നു, പോവുക എന്ന് പറയുമ്പോൾ പോകുന്നു, ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ ചെയ്യും. അങ്ങനെയുള്ള അധികാരമുള്ള ഒരു വ്യക്തി പാരമ്പര്യങ്ങളെ ലംഘിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പാരമ്പര്യത്തിൻ്റെ നിറവ് നിലനിർത്തുവാൻ പറയുന്നുണ്ട്. അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടു. ഇതുപോലുള്ളൊരു വിശ്വാസം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈ ദിവസം ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.